2025 നമുക്ക് ഇതുപോലൊരു സെഡാൻ വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ്. പക്ഷേ 2006 തൊട്ട് 2008 കാലഘട്ടങ്ങളിലൊക്കെ യുവാക്കളെ ഹരം കൊള്ളിച്ച് അല്ലെങ്കിൽ ഇന്നും യുവാക്കൾ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു മോഡലാണ് ഹോണ്ട സിവിക്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വാഹനമാണ്. നമ്മളൊരു ഞായറാഴ്ച ദിവസം നമ്മൾ പതിവ് പോലെ വീഡിയോ തെറ്റിക്കണില്ല എന്ന് വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിലും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു തരുന്നേക്കാൾ കൂടുതൽ ഐഡിയ ചിലപ്പോൾ ഇതിൻ്റെ പുറത്ത് കാണും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 2008 കാലത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിരുന്നു, ഇതിൻ്റെ ഡിസൈൻ വൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ്. നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്നാണ് അതിൽ നിന്ന് പർച്ചേസ് നടത്തിയത്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരുത്തിയത്, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്, മെയിൻ്റെനൻസ് ഒക്കെ താങ്ങാൻ പറ്റുന്നുണ്ടോ, അതുപോലെ സ്പെയർ കിട്ടുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. കാരണം എന്നോട് തന്നെ പലരും പേഴ്സണലി ചോദിക്കുന്നുണ്ട് Type 2 സിറ്റി കിട്ടുമോ, അതുപോലെ പഴയ സിവിക്ക് കിട്ടുമോ എന്നൊക്കെ ധാരാളം പേര് തിരക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡിസൈൻ വെച്ച് ഞാൻ ഒരുപാട് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഈ കിടപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതുപോലൊരു സെഡാൻ 2025 വേറെ ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ഭയങ്കര ഭംഗിയാണ് ഒരു സെഡാൻ്റെ യഥാർത്ഥ ഭംഗി. കാരണം ആ ഒരു നീണ്ടു കിടക്കുന്ന രൂപമാണെങ്കിലും അതിൻ്റെ ഒരു കട്ടിങ്ങും ഗ്രീസിങ്ങും അതിൻ്റെ ബോഡി ലൈനിങ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ലുക്കാണ്, ഒരു പ്രത്യേക അഴകാണെന്നാണ് പറയേണ്ടത്. ഒരു ടൈംലെസ് ഡിസൈൻ നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. 2008 മോഡൽ വാഹനമാണ്. ഇപ്പം കാണുമ്പോഴും നമുക്കൊരു ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന രൂപമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് സിവിക്കിൻ്റെ ഓണറെ പരിചയപ്പെടാം, മിസ്റ്റർ ആദിലിക്ക്. നമ്മുടെ സുഹൃത്താണ്, നമ്മൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ചാണ്. അതൊക്കെ പഴയ കാലം എന്ന് പറയാനായിട്ടില്ല, കുറച്ച് മാസമായിരുന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആദിലിക്കാം, നമുക്ക് സിവിക്ക് എടുത്ത കാര്യത്തിലോട്ട് വരാം. ഇത് അത് തന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കാരണം സിവിക്ക് എടുത്ത് നമ്മളോടൊരു വാക്ക് പോലും പറയാതെ ആൾ രാത്രി പോയി എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് കാണുമ്പോഴാണ് അറിയുന്ന ആളിങ്ങനെ ഒരു വണ്ടി എടുത്തുള്ള കാര്യം. നമ്മൾ വണ്ടിയുടെ കാര്യം ഡെയിലി ചർച്ച ചെയ്യുമെങ്കിലും ആളിങ്ങനെ പറഞ്ഞില്ല വണ്ടി ഇപ്പോൾ ഉടനെ കയറി എടുക്കും, അതൊരു സിവിക്ക് എടുക്കും എന്നുള്ള കാര്യമൊന്നും ആളൊരു ക്ലൂ പോലും തന്നില്ല. പെട്ടെന്നായിരുന്നു നമ്മൾ സ്റ്റാറ്റസ് കണ്ടപ്പോൾ തകർന്നു പോയി. കാരണം നമ്മളോട് ഒരു വാക്ക് പോലും ചോദിക്കുന്ന ആൾ പോയി എടുത്തു കളഞ്ഞില്ല, നമ്മൾ ശരിക്കും വിഷമിച്ചു പോയി. അണ്ട് ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞ ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. പലപ്പോഴും ആദ്യം കാണിക്കാൻ കൊണ്ടുവരാം, നാളെ വരാം, മറ്റന്നാൾ വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വലിച്ചു നീട്ടും. കാരണം ആൾ ഇന്ന് മംഗലാപുരത്താണ്, നാളെ ബാംഗ്ലൂർ തന്നെ, ഏറ്റവും കുറഞ്ഞ എറണാകുളത്തെങ്കിലും ആയിരിക്കും. ആളെ ആലപ്പുഴ അങ്ങനെ കിട്ടാറില്ല. പക്ഷെ ഇന്ന് കറക്റ്റ് സമയമായിരുന്നു. കാരണം ഞായറാഴ്ച ഞാൻ വഴിമുട്ട് നിൽക്കുകയായിരുന്നു, ഒരു കണ്ടന്റ് പോലും ഇല്ലാതെ. കാരണം നമ്മുടെ പതിവ് തെറ്റിക്കേണ്ട ഞായറാഴ്ച ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഈ നട്ടുച്ച വെയിലത്തും അതിലേക്ക് നമുക്കായിട്ട് ഇവിടെ വന്ന് വെയിൽ കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആളോട് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതിലേക്ക് അപ്പം ഇത് എടുത്തൊരു റീസൺ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് ഇത് എവിടുന്നാണ് എടുത്തതെന്നും എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്തെന്നുള്ള കാര്യം. നമ്മുടെ കൂട്ടാന്റെ ഷോറൂം ഉണ്ട് ഇവിടെ കളർ റോഡ്, പ്ലാറ്റിനം മോട്ടോഴ്സ്. അവിടെ അത്യാവശ്യം പ്രീമിയം കാറും അല്ലാതെ എക്കോ കാർസും സെല് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് വിശ്വാസമായിട്ട് പോയി അവിടെ വണ്ടി എടുക്കാം. അപ്പൊ അതിലേക്കൊക്കെ എനിക്കൊന്ന് വണ്ടി തപ്പാൻ അധികം വന്നില്ല. നമ്മള് പെട്ടെന്ന് വണ്ടി അവിടെ കിടക്കുന്ന കണ്ടു, 2 ദിവസം ഇങ്ങനെ കിടക്കുന്ന കണ്ടു. 3-ാമത്തെ ദിവസമായപ്പോ ഒരു ആഗ്രഹം വന്നു, അന്ന് തന്നെ പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു വണ്ടി എടുത്തു. അപ്പൊ പിന്നെ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കാനൊന്നും. ഇപ്പോഴെല്ലാവർക്കും അറിയണ്ട, ഇപ്പൊ ഇതുപോലെ സിവിക്ക് വാങ്ങിക്കണമെന്ന് ആദിലിക്കാലും നമ്മുടെ പ്രായമുള്ള ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളതാണ്. കാരണം സിവിക്ക് ഒരുപാടുണ്ട്, മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ ക്വാളിറ്റിയും നമുക്ക് പണി വരാതെ എടുക്കാൻ പറ്റിയ സിവിക്ക് എത്രത്തോളം വിശ്വസിച്ച് എടുക്കാന്ന് വളരെ പാടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലും കാണും ഇതുപോലെ വണ്ടി ഫീൽഡിലൊക്കെ നിൽക്കുന്നവർ, അതുപോലെ വണ്ടിയെ പറ്റി കുറച്ചൊക്കെ അറിയാവുന്നവരുമായിട്ട് പോയി നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ പണി കിട്ടാൻ ചാൻസ് ഇല്ല, പെട്രോൾ എഞ്ചിൻ അല്ലേ? വലിയ പണി കിട്ടാൻ ചാൻസ് ഇല്ല. അഥവാ വന്നാലും മെയിൻ്റെനൻസ് ഉണ്ട് അത്യാവശ്യം. എന്നാലും സ്പെയറിനൊക്കെ വില കൂടുതലാണ്. സ്പെയറിനൊക്കെ അത്യാവശ്യം ഹോണ്ടയുടെ വണ്ടിയല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, ജപ്പാൻ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. പ്രത്യേകതയുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് ആയാലും എന്തായാലും വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ ആയാലും എല്ലാം പക്കാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് വണ്ടിയോട് നമുക്ക് പണ്ട് തൊട്ടേ വണ്ടിയോട് ഒരു ക്രൈസ് ഉണ്ട്. കാരണം നമ്മുടെ വീട്ടില് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതിനു മുമ്പും സിവിക് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഓരോ വേറെ പഠിക്കുന്ന ആവശ്യങ്ങൾക്കോ അതോ ജോലിക്കൊക്കെ പോയതിന്റെ വെച്ച് വണ്ടി കൊടുത്തതാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ആ സമയത്തൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇപ്പം വണ്ടി നമ്മുടെ കയ്യിലുള്ളതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും അതിലേക്കുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ്, അതിലേക്ക് ഇതിനു മുമ്പും അതിലേക്കുള്ള ഫാമിലിയിൽ തന്നെ പലരും സിവിക് യൂസ് ചെയ്തിട്ടുള്ള, അപ്പൊ അതിലേക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇന്ന് സിവിക്ക് ആദ്യമായിട്ട് ഇത്ര അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളജും ഇല്ല, ഇതെന്താണെന്ന് കറക്റ്റ് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ അതിലേക്ക് ഇത്ര നാളായിട്ട് ഇപ്പൊ എത്ര നാളായി? ഏകദേശം ഒരു 5-6 മാസമായി തോന്നുന്നല്ലേ? ഇപ്പൊ എനിക്ക് 5-6 ഇപ്പൊ ഒരു 6-7 മാസമായിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്. ഞാൻ ഇപ്പൊ നിലവില് വണ്ടി ഓടിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം ഒരു 15,000 കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. ഒരു ബെസ്റ്റ് യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം സിവിക്കൊന്നും പലരും എടുക്കുമെങ്കിലും പലരും മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കുമെങ്കിലും അങ്ങനെയൊന്നും റോഡേ ഇറക്കത്തില്ല. എന്ന് വെച്ചാൽ വല്ല ഒരു വീക്കെൻഡ് ഡ്രൈവിനൊക്കെ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ അതിലേക്ക്
ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത്രയധികം കിലോമീറ്റർ ഇതിൽ കവർ ചെയ്യും. അപ്പൊ അതിലേക്ക് കറക്റ്റ് പറയാം എന്ത് ഇതിന് മൈലേജ് കിട്ടുന്നുള്ളത്. മൈലേജിന്റെ കാര്യം വണ്ടി മേടിച്ചാലും കൂടുതൽ പെട്രോൾ അടിച്ച് കാണും മിക്കവാറും. കാരണം വണ്ടി മൈലേജ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. വണ്ടി മൈലേജ് നോക്കാനാണ് നമ്മൾ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ അത്യാവശ്യത്തിൽ പോകണം ഇല്ല എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പെട്രോൾ അടിക്കാൻ വണ്ടി കൊണ്ടുപോവാ. ഏതൊരു വണ്ടി ഭ്രാന്തന്റെ ബായിന്ന് കേൾക്കാവുന്ന വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. നമുക്ക് വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ വണ്ടി പെട്രോൾ അടിക്കണം. പിന്നെ ഞാൻ ഇതിനകത്തുള്ള ചെയ്തിട്ടുള്ള ഏകദേശം ഇപ്പൊ സിവിക്കിലോട്ട് എടുത്ത് ചാടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് മൈലേജ് ഏകദേശം ഒരു ധാരണ നമുക്കൊരു റഫ് ഫിഗർ പറയുവാണെങ്കിൽ നമ്മൾ റഫ് ഫിഗർ പറയുവാണെങ്കിൽ നമുക്ക് ലോങ്ങിലൊരു 12 to 40 12 ആണ് കമ്പനി പറയുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു 12-ന് മേളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലോങ് പോയിട്ടുണ്ട്. പിന്നെ ടൗണിലൊക്കെ ആണെങ്കിൽ 6 to 8 അത്രയൊക്കെ പ്രതീക്ഷ മതി. പിന്നെ അതിലേക്ക് ഇതിന്റെ പെർഫോമൻസ് സൈഡിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വരും? പെർഫോമൻസ് സൈഡിലോട്ട് വരുമെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നതൊക്കെ അല്ല. വണ്ടി അത്യാവശ്യം നല്ല പവർ നമുക്ക് തരും. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പോലെ. കാരണം ഞാൻ ഒറ്റ കാര്യം പറയാം, ഇതിന്റെ സ്പെക്ക് എടുത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ കാര്യം 1.8 ലിറ്റർ അല്ലേ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്റെ റോ പവർ എന്തായിരിക്കും എന്നുള്ള കാര്യം. പിന്നെ അതിലേക്ക് അഡീഷണൽ ഇതിന്റെ പെർഫോമൻസ് സൈഡിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിന് മുമ്പുള്ള ഓണേഴ്സ് ഇതിനകത്ത് ഇറിഡിയം പ്ലഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അലോയ്സ് ഒരു അക്കോഡ് V6 അക്കോഡിന്റെ അലോയ്സ് ആണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. സൈസ് വ്യത്യാസമുണ്ട്. 17 ഇഞ്ചാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓൾറെഡി ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഈ അലോയ്സിന്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ള കാര്യം പെർഫോമൻസ് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിന്റെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഓഫ് ചെയ്യാൻ നമുക്ക് അകത്ത് റിമോട്ട് ഉണ്ട്, കൺട്രോൾ ചെയ്യാം. അപ്പൊ നമ്മള് ഇങ്ങനെ ഓൺ ആക്കി ചെറിയ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം സൗണ്ട് ആണ് ഇത് നമുക്ക് തന്നത്. അത് ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചില്ല ഇത്ര സൗണ്ട് ഒക്കെ തരുമെന്ന്. ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ് ഒക്കെ ഇത് ഓൾറെഡി സ്റ്റോക്ക് ഡ്യുവലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്യാനും ഇത്ര ഒരു സൈസ് ഒക്കെ കൂടെ വന്നപ്പോ ഒരു എക്സ്ട്രാ സൗണ്ട് എന്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കംഫർട്ട് സൈഡിലോട്ട് വരുമ്പോ ഇന്റീരിയർ സ്പേസ് അതുപോലെ യാത്രാ സുഖമൊക്കെ എങ്ങനെയുണ്ട്? അത് സസ്പെൻഷന്റെ ഭാഗത്തും എല്ലാം ഭയങ്കര രസമാണ്. ഭയങ്കര കംഫർട്ടാണ്. വണ്ടി സ്മൂത്ത് ആണ്. വണ്ടി ലോങ് ഡ്രൈവില് ബാക്ക് സീറ്റിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പക്കയാണ്. ഏകദേശം ഒരു ബെൻസ് യൂസ് ചെയ്യുന്ന അത്രയൊന്നും വരത്തില്ല. എന്നാലും അതിലിപ്പോ ഒരു വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ആ ഒരു സമയത്ത് ഇറക്കിയിട്ട് അന്നത്തെ കാലത്ത് ഒരു പ്രീമിയം ക്ലാസ് സെഡാനായിരുന്നു ഇത്. ഇപ്പോഴും ഒട്ടും മോശമല്ല. ഇപ്പൊ കാണുമ്പോഴും ആ ഒരു എന്താ ഒരു ക്ലാസിക് അല്ലെങ്കിൽ ആ ഒരു ടൈംലെസ് ഡിസൈനിന്റെ എല്ലാ രൂപഭാവവും ആ ഒരു ഫീലും ആ ബോണറ്റിനൊക്കെ വരുന്ന കട്ടിങ് ഗ്രീസിങ് പിന്നെ വൈപ്പറൊക്കെ തന്നെയാണെങ്കിൽ ഭയങ്കര യൂണീക് സംഭവമാണ്. ഇങ്ങനെ അടിക്കുന്ന ഒരു വേറെ ഫീലാണ് അതൊക്കെ. ഈ വണ്ടി കയറുന്ന പലവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് 2 വൈപ്പർ എന്താ കൊടുക്കുന്നത്, അതിന്റെ മെക്കാനിക്സ് ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടില്ല. ശരി, അതൊക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പല ഒരു ഐക്കോണിക് മോഡലായിട്ട് തന്നെ കാണാം. നമുക്ക് എപ്പോഴും നമുക്ക് കയ്യിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ഹോണ്ടയുടെ സിവിക് എന്ന് പറഞ്ഞ മോഡല്. ഇപ്പൊ 2 വൈപ്പേഴ്സ് നമ്മൾ പറഞ്ഞു വെച്ചാൽ ഓൾറെഡി എല്ലാ വണ്ടിക്കും 2 വൈപ്പേഴ്സ് വേറെ രീതിയിൽ ഗ്ലാസ് ഇങ്ങനെ വരുന്നോണ്ടായിരിക്കാം. ഗ്ലാസ് ഏരിയ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സീറ്റിംഗ് പൊസിഷനും ആ ഒരു മീറ്റർ കൺസോൾ ഒക്കെ വരുന്ന രീതിയാണെങ്കിലും തീരെ താന്നിരുന്ന നമുക്കൊരു വേറൊരു ഫീൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി അതിലേക്കൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും കൂടെ ആഡ് ഓൺ നമുക്ക് പറയാനുണ്ടോ? എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ, എന്തെങ്കിലും സജഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ നിലവിൽ ഞാൻ പറയുകയെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ എന്റെ ബ്രദേഴ്സിനെ വെച്ചൊക്കെ തന്നെയാണ് വണ്ടി നോക്കിയിട്ടുള്ളത്. അവരൊക്കെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതും വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോറൂം കൂടാണ്. അപ്പൊ നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പം സിവിക് എടുക്കാൻ പോണ ആളുടെയൊക്കെ പറയാന്ന് വെച്ചാൽ നിങ്ങള് പൈസ ഉണ്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വണ്ടി എടുക്കുക. പണി വരും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എപ്പോഴും പണി വരുന്നത്. എനിക്കും തന്നെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് നമ്മൾ ഓടുന്നതിന്റെ അനുസരിച്ചായിട്ടുള്ള മെയിൻ്റെനൻസ് ഉണ്ട്. പിന്നെ ഓയിൽ ചേഞ്ചിങ് നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്ന അത് അപ്പൊ തന്നെ പെട്ടെന്നാണ് ഇതിന്റെ ഓയിൽ ചേഞ്ച് ഓയിലൊക്കെ മാറ്റേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖം വേണം. അതിന്റെ അനുസരിച്ച് ആ പവർ ഡ്രോപ്പ് ഒന്നും ഇല്ലാതെ ഓടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ബ്രേക്ക് പാർട്സും കാര്യങ്ങളെല്ലാം അപ്പൊ മാറണം. അങ്ങനെ കുറെ ഇതുണ്ട്. ടയർ ലൈഫ് ഒക്കെ എങ്ങനെ? ടയർ ലൈഫ് എന്ന് വെച്ചപ്പോ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ നേരത്തെ എനിക്കൊരു 80% ഉള്ള ടയറായിരുന്നു. അപ്പൊ എന്റെ ഒരു ഓടിക്കലും ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലേ വരുന്നത്? ഫ്രണ്ട് വീലാണ് വരുന്നത്. എന്റെ ഒരു ഓടിക്കലും കാരണം വെച്ചാൽ ഇപ്പൊ ഫ്രണ്ടിൽ 2 ടയർ മാറാനായി, ബാക്കില് ടയേഴ്സ് മാറാനായിട്ടില്ല. റൊട്ടേഷൻ ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടെ ബാക്കി അതെന്തായാലും ചെയ്യാം. അതൊക്കെ എന്തെങ്കിലും അതിന്റേതായിട്ടുള്ള. അപ്പൊ അതിലേക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫീച്ചർ, അപ്പൊ 2008 മോഡലാണ്, ഒരുപാട് ഫീച്ചർ ലോഡൊന്നും അല്ല അല്ലെ, എങ്കിലും അക്കാലത്ത് ഇറങ്ങിയാല് ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിലേക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ എടുത്ത് പറയാനായിട്ടുണ്ടോ? ഫീച്ചർ എടുത്ത് പറയാനായിട്ടുണ്ടോന്ന് വെച്ചാ അങ്ങനെ ഒരു ഫീച്ചർ എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷെ അന്നത്തെ ആ ഒരു
അന്നത്തെ ആ ഒരു വണ്ടി ഇറക്കുന്ന സമയത്ത് ഇത്രയൊക്കെ അവർക്ക് ഈ വണ്ടിക്കകത്ത് കൊടുക്കുന്നത് അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന്റെ അകത്ത് തന്നെ ഒരുപാട് ലൈറ്റും ഒരുപാട് ഹാൻഡിൽ ചെയ്യാനുള്ള സംഭവങ്ങളും കുറെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ മീറ്റർ കൺസോൾ ഒക്കെ അതൊക്കെ അന്ന് ഭയങ്കര ഇതാണ്. എനിക്ക് അതുപോലെ ആ ടൈപ്പ് മീറ്റർ കൺസോൾ എനിക്ക് ഭയങ്കര കാരണം കയറിയിരിക്കുമ്പോൾ വേറൊരു എന്താ ഒരു കോപ്പിക് ഫീൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ, കാരണം ഗിയറിന്റെ ഒരു പൊസിഷൻ ആണെങ്കിലും സീറ്റിംഗ് ആണെങ്കിലും ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ഭയങ്കര യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ മറ്റുള്ള പല വണ്ടി ഓടിച്ചിട്ട് ഇതിനോട്ട് കയറുമ്പോഴും ഒരു വ്യത്യസ്തത നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി അതിലേക്ക് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും കൂടെ നമ്മളിതിന്റെ സ്പെയറിനൊക്കെ അതിലേക്ക് എന്തെങ്കിലും കൂടെ മാറ്റം? സ്പെയർ ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പം ഞാൻ സസ്പെൻഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ലോവർ ചെയ്തിട്ടുണ്ടോ വണ്ടി? ഇല്ല, വണ്ടി ഇതാണ് കറക്റ്റ്. ലോവർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സിവിക് എടുത്തു കഴിഞ്ഞാൽ ഈ മാതിരി ഒരു കിടപ്പ് സാധനം കിടക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ എയർ സസ്പെൻഷനോ അല്ലെങ്കിൽ കോയിലോസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഇതിലും കൂടെ കുറച്ചുകൂടെ ലോവർ ആയിട്ട് കിടക്കും. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ റോഡുകൾ അല്ല തന്നെ എങ്ങനെയുണ്ട് ഇതിനകത്ത് മിനിമം ഒരു 4 ആള് കയറി കഴിഞ്ഞാൽ തന്നെ വണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ ഹമ്പുകളിലൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അതിന്റേതായിട്ടുള്ള പാട് അങ്ങനത്തെ ചെറിയ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ വേറെ വണ്ടിയുടെ അടി തട്ടുക അതൊക്കെ ഭയങ്കര ഒരു നമുക്കൊരു അകത്തിരിക്കുന്ന ആൾക്കൊരു എന്തോ ഏതൊരു വണ്ടിപ്രാൻ തന്നെ വേദനിക്കുന്ന സംഭവമാണ്. ഉടനെ തന്നെ റോഡൊക്കെ എത്രയും പെട്ടെന്ന് ശരിയായിട്ട് എന്നിട്ട് നമുക്ക് പൊളിക്കാം. അത് തന്നെ എങ്ങനെയുണ്ട് ഇതിന്റെ ബൂട്ട് സ്പേസും ബാക്കി ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അത് തന്നെ അതായിരിക്കും ഒരുപാട് സ്പേസ് ഉള്ള ഇതിന്റെയൊക്കെ ഷോട്ട് ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് എടുത്ത് ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈവ് കൂടെ പോയി അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിലേക്ക് ഇതാണ് നമ്മൾ നേരത്തെ എല്ലാവരും പറഞ്ഞു കൊടുപ്പിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡ്രൈവിന് പോവാം. AC വെന്റൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അല്ലേ ഭയങ്കര യൂണീക്ക് ആയിട്ടാണ്. പല AC വെന്റും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡ് അങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുകയാണ്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ തീരെ താന്ന് അല്ലെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഓടിക്കുന്നതോടെ തന്നെ നമുക്കൊരു ഹരമാണ്. പിന്നെ സെൻട്രൽ കൺസോൾ ഒക്കെ ആണെങ്കിലും ആ ഒരു പഴയ ഓട്ടോകളെ മറ്റേ ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ വേറെ വെച്ച് എന്റെ ബ്രദർ UK അവിടെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ശരിക്കും ഇതിൽ വരുന്ന മറ്റേ ടൂളിൻ സാധാരണ പഴയ ഒരു സ്റ്റീരിയോ, അതും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ. നല്ല രസം അത് കാണാൻ. മീറ്റർ കൺസോൾ ഒക്കെ നമ്മൾ ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ സ്പീഡ് കാണുന്ന പോലെയാണ്. അങ്ങ് ദൂരെയാണ് കാണുന്നത്. അവിടെ നമുക്ക് കാണാം അതിന്റെ സ്പീഡ് കൺട്രോൾ. ഇവിടെ RP മീറ്ററും ബാക്കിയല്ലേ ട്രിപ്പും ഓഡോമീറ്റർ ഒക്കെ ആണ്. അതൊക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് ആണെങ്കിൽ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ്, അതൊക്കെ കൊള്ളാം. ഇവിടെ നമുക്ക് ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, അതുപോലെ തന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെയാണ് അല്ലേ. ഹാൻഡ് റെസ്റ്റ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരുപാട് സ്റ്റോറേജ് സ്പേസ്. ഗ്ലൗ ബോക്സ് ആണെങ്കിലും ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് അവിടെയും കാണാം. പിന്നെ എയർ ബാഗ് രണ്ടെണ്ണം. അത് അന്നത്തെ കാലത്തൊക്കെ എയർ ബാഗും ഭയങ്കര സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് ഒക്കെ പിടിച്ചെടുത്തിരിക്കുന്നു. 4 ഡിസ്ക് ബ്രേക്ക് അതൊക്കെ കൊള്ളാം. വേറെ എല്ലാം കൊണ്ടും വണ്ടി റൈഡിങ് ആണെങ്കിലും ഒക്കെ സ്മൂത്ത് ആണ്. ഗിയർ ഷിഫ്റ്റും ആ ഒരു ക്ലച്ച് എല്ലാം എനിക്കൊന്നും അന്ന് ഇതിന് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അല്ലേ? അതെ, അന്ന് ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് വിത്ത് പാഡൽ ഷിഫ്റ്റ് ആണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ്. ഏത് ഗിയർ ബോക്സ് ഏതാന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതിന് ഇൻഷുറൻസ് എമൗണ്ട് ഒക്കെ ഇച്ചിരി കൂടുതലാവും അല്ലേ? കാരണം ഇൻഷുറൻസ് എനിക്ക് ഒന്ന് തേർഡ് പാർട്ടിയും ഫുൾ കവർ എടുത്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ഈ ഒരു മോഡലിന്. അതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 അത്രയും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് 1500cc ആയതുകൊണ്ട് ആ ഒരു റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അല്ലേ സൈലന്റ് ആണെങ്കിൽ അങ്ങേയറ്റം സൈലന്റ് ആണ്. പിന്നെ അതിലേക്ക് ഇതാണ് മറ്റേ എക്സോസ്റ്റിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ അല്ലേ. ഓൺ ഓഫ് ചെയ്യണ്ട അല്ലേ? ഓഫ് ആണല്ലേ നിലവിൽ? അത് ഓൺ ചെയ്തിട്ട് ഓടിക്കുമ്പോൾ എങ്ങനെയാണ് മൈലേജ് ശരിക്കും ഡ്രോപ്പ് ആവും? ഇല്ല, അത് ആൾക്കാരുടെ ഒരു തോന്നലാണ്. നമ്മള് അങ്ങനെ ഓടിക്കുമ്പോ ഇങ്ങനെ മൈലേജ് ഡ്രോപ്പ് ആവുന്നൊക്കെ. സെയിം ഫ്ലോ തന്നെയാണ്, പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻ അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. വേറെ ഇനിയിപ്പോ നമുക്ക് സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് ആണ് വരുന്നത്. അതെ. അപ്പൊ അതിന്റെ നമ്മൾ ക്ലച്ചും സ്റ്റിയറിംഗും ഒക്കെ ഹൈഡ്രോളിക്കാ വരുന്നത്. അതിന്റേതായ ഒരു അല്ല അത് നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയാണ് അന്നത്തെ ഒരു മെക്കാനിസത്തെ അവരൊന്ന് ചെയ്തു. ഇതാണ് അല്ലേ അതിലേക്ക് നേരത്തെ പറഞ്ഞ എക്സോസ് പൈപ്പ് ഒരു കാർബൺ ഫൈബർ ഡിപ്പ് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കൊള്ളാം. ഇത് ഓയിൽ സ്പോയിലർ അല്ലേ? ഓയിൽ സ്പോയിലർ. വേറെ റിയർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ടൈൽ ലാമ്പും നല്ല രസമുള്ള ടൈൽ ലാമ്പ്, നല്ല ഹ്യൂജ് ആയിട്ടുള്ള ടൈൽ ലാമ്പ്. ഇപ്പൊ ടൈൽ ലാമ്പ് എന്ന് വെച്ചാൽ ഒന്ന് OEM ഒന്ന് ആഫ്റ്റർ മാർക്കറ്റ് ആണ് വെച്ചേക്കുന്നത്. ഇത് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ മോഡലായത്. ഇത് ഗ്ലോബലി വരുന്ന മോഡൽ വരുന്നത്. ഇതിപ്പോ നമ്മൾ വെച്ചേക്കുന്ന അസിമെട്രിക് ആണ്. അസിമെട്രിക് രീതി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മടുപ്പ് വരും. എന്നുവെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി രസം. രാത്രി കാണുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഒരു കോർവെറ്റ് ഒക്കെ പോലെ തോന്നും ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെ നോക്കുമ്പോൾ.
ശരിയാണ്. അതിലേക്ക് ഇതിന്റെ ഇന്റർനാഷണൽ തലത്തിലോട്ടാണ് ഈ വണ്ടി കളിച്ചോണ്ടിരിക്കുന്നത്. കാരണം സിവിക്ക് എടുക്കുന്നവരെ നമുക്ക് അറിയാം. കാരണം ഇത് ഗ്ലോബലി ഇതിന്റെ ഒരു അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ അത്രത്തോളം ഇത് അങ്ങനെ ഇന്ത്യയിലുണ്ട് അത്യാവശ്യം ആൾക്കാരെ. ഇന്ത്യക്കാർക്ക് എല്ലാം കുറച്ച് ചവിട്ടിയാലേ വരത്തുള്ളൂ. അതുപോലെ സിവിക്കും വളരെ കുറച്ചായിട്ട് നമുക്ക് കിട്ടിയൊരു സാധനമാണ്. കാരണം വളരെ അപൂർവമായിട്ട്. കാരണം ഇന്ത്യയിലെ കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്ന വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള അല്ലെ, മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് ഇന്ത്യയിൽ പൊതുവെ ക്ലിക്കാറുള്ളത്. പക്ഷെ ഇത്രയധികം നമുക്ക് എന്തൂസിയാസം കൊള്ളണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതിൽ അഡ്രിനൽ റഷ് എന്നൊക്കെ പറഞ്ഞ സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇമാതിരി സാധനമൊക്കെ ഓൺ ചെയ്യാം അല്ലേ. ഞാൻ അതിലേക്ക് ഇനി അടുത്ത വണ്ടി ഏതെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇനി അടുത്ത് എടുക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും വണ്ടി? അടുത്ത എടുക്കാൻ ആഗ്രഹമുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനൊക്കെ ഒരുപാട് വണ്ടികൾ ആഗ്രഹമുണ്ട്. അതേതൊരു വണ്ടി ഭ്രാന്തന് ഒറ്റയടിക്ക് ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ്. നമ്മള് ഇപ്പൊ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് കണക്ക് തന്നെ നമ്മുടെ സാഹചര്യങ്ങളും ഇതൊക്കെ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോ അതിലേക്ക് ഒന്നും പറയത്തില്ല, എല്ലാം ചെയ്ത് കാണിച്ചിട്ട് ആള് പറയത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു യൂസർ എക്സ്പീരിയൻസ്, ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത്, നേരം വെളുത്തപ്പോൾ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഇത്രയും വെയിൽ കൊള്ളിച്ചതിൽ ക്ഷമാപണം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും അതിലേക്ക് ഒരുപാട് നന്ദി. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ.